വളരെ സെൻസിറ്റീവായ ഒരു വിഷയമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. കാശ്മീരിലെ മസ്ജിദുകളുടെ പ്രൊഫൈലിംഗ് നടക്കുന്നു. അതായത് മസ്ജിദ് സംബന്ധമായ സമ്പൂർണ്ണ വിവര ശേഖരണം. എന്തൊക്കെ വിവരങ്ങളാണ് ശേഖരിക്കുന്നത്? എന്തുകൊണ്ടാണ് കാശ്മീരിലെ മസ്ജിദുകളുടെ വിവരങ്ങൾ ശേഖരിക്കുന്നത്? കാശ്മീർ പോലീസ് ഫുൾ ആക്ഷൻ മോഡിലാണ്. കാശ്മീരിലെ മസ്ജിദിൻ്റെയും മദ്രസയുടെയുമൊക്കെ പഴയകാല ചരിത്രം മുമ്പൊരു എപ്പിസോഡിൽ നമ്മൾ പരാമർശിച്ചിട്ടുള്ളതാണ്. 1990കളിൽ മസ്ജിദിലെ മൈക്കിലൂടെ നമ്മൾ കേട്ടത് ആധ്യാത്മിക പ്രഭാഷണങ്ങളല്ല, മറിച്ച് കാശ്മീരി പണ്ഡിറ്റുകളോട് കാശ്മീർ വിട്ടുപോകാനുള്ള ഭീഷണിയായിരുന്നു. ഭീഷണി മാത്രമല്ല, നൂറുകണക്കിന് ആളുകളെ നിഷ്ഠൂരമായി വധിക്കുകയും സ്ത്രീകളെയും കുട്ടികളെയും തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി ബലാത്സംഗം ചെയ്യുകയും മതപരിവർത്തനം നടത്തുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അന്ന് മാധ്യമങ്ങൾ മൗനമായത് എന്തുകൊണ്ടെന്ന് ചിന്തിച്ചിട്ട് മനസ്സിലാകുന്നില്ല. ഇതിനൊക്കെ നേതൃത്വം നൽകിയത് ലഷ്കർ എ തൈബ, ജെയ്ഷെ മുഹമ്മദ് തുടങ്ങിയ പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്നതും പാക് ചാരസംഘടനയായ ISIയുടെ പരിപാലനം ലഭിച്ചിരുന്നവരുമായിരുന്നു. എന്ന് മാത്രമല്ല, കാശ്മീരിൽ ഈ ദുഷ്കൃത്യങ്ങൾക്ക് നേതൃത്വം നൽകിയതിൽ പാകിസ്ഥാനിൽ നിന്നുള്ള തീവ്രവാദികളും ഉണ്ടായിരുന്നു. ലഷ്കർ എ തൈബ സ്ഥാപക നേതാവ് ഹാഫിസ് സയ്യിദ് 2008 നവംബർ 26 മുംബൈ ബോംബ് സ്ഫോടനം അടക്കം നിരവധി സ്ഫോടനങ്ങൾക്ക് നേതൃത്വം വഹിച്ച ആളാണ്. UN-ഉം US-ഉം ഇന്ത്യയും ഗ്ലോബൽ ടെററിസ്റ്റായി പ്രഖ്യാപിച്ച ഇയാൾക്ക് പാകിസ്ഥാൻ മാത്രമല്ല അമേരിക്കയും സംരക്ഷണം നൽകുന്നുവെന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. അമേരിക്ക ഒരു ഭാഗത്ത് തീവ്രവാദത്തെ എതിർക്കുകയും പാകിസ്ഥാനും അവിടുത്തെ തീവ്രവാദികൾക്കും വേണ്ട സഹായങ്ങൾ നൽകുകയും ചെയ്യുന്നു. ഇന്ത്യക്കെതിരെ ഈ ശക്തികളെ പരിപാലിച്ചു പോരുന്നത് അമേരിക്ക തന്നെയാണ്. ഇത് മറ്റൊരു വിഷയമാണ്, പിന്നീട് പരിശോധിക്കാം. മറ്റൊരു തീവ്രവാദി നേതാവാണ് മസൂദ് അസർ, ജെയ്ഷെ മുഹമ്മദ് നേതാവ്. 2001 ഇന്ത്യൻ പാർലമെൻറ്റ് ആക്രമണത്തിൻ്റെയും പുൽവാമ ആക്രമണത്തിൻ്റെയും സൂത്രധാരൻ ഇയാളായിരുന്നു. UN-ഉം US-ഉം പതിവ് ചടങ്ങ് പോലെ ഇയാളെയും ഗ്ലോബൽ ടെററിസ്റ്റായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാശ്മീരിൽ കേന്ദ്രീകരിച്ചുള്ള തീവ്രവാദത്തിൽ ചുക്കാൻ പിടിക്കുന്ന ഇവർ രണ്ടുപേരുടെയും ഗ്രൂപ്പുകൾ പാക് ISIയുടെ പ്രോക്സികളാണ്. പഹൽഗാമിൽ 36 ഹിന്ദുക്കളുടെ ഹത്യയ്ക്ക് നേതൃത്വം നൽകിയത് ലഷ്കർ എ തൈബയും TRF എന്ന അവരുടെ ഉപസംഘടനയുമാണ്. കാശ്മീരിലെ മസ്ജിദുകളിലേക്ക് വരാം. മസ്ജിദുകളുടെ കണക്കെടുപ്പിൽ ഇമാം, ഖത്തീബ് എന്നിവരുടെയും മാനേജ്മെൻറ്റിലെ വ്യക്തികളുടെയും വിവരങ്ങൾ ശേഖരിക്കുന്നു. ഓരോ മസ്ജിദും ഏതു വിഭാഗത്തിൽപ്പെട്ടതാണെന്ന വിവരവും അറിയണം. ബരേൽവി, ഹനഫി, ദേവബന്ധി എന്നിവയും മസ്ജിദിന് എത്ര നിലകളുണ്ടെന്നും എത്ര ഏരിയ ഉണ്ടെന്നും ഇത് നിർമ്മിക്കുന്നതിനുള്ള പണം എവിടെ നിന്ന് വന്നു എന്നുമുള്ള വിശദ വിവരങ്ങൾ നൽകണം. ഓരോ മാസത്തെയും വരവ് ചെലവ് കണക്കുകൾ നൽകണം. മസ്ജിദ് കമ്മിറ്റിയിൽ ഉൾപ്പെട്ടവരുടെ ബാങ്ക് ഡീറ്റെയിൽസും രേഖപ്പെടുത്തുന്നു. എന്ന് മാത്രമല്ല, ഇവരുടെ ആധാർ കാർഡും വോട്ടർ ID-യും പാൻ കാർഡും പാസ്പോർട്ടും പരിശോധിക്കുന്നു. അതുപോലെ ഇവരുടെ ട്രാവൽ ഹിസ്റ്ററിയും ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും ATM, ക്രെഡിറ്റ് കാർഡുകൾ, മൊബൈൽ IMEIയും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും സാമ്പത്തിക സ്രോതസ്സുകളും പരിശോധിക്കുന്നു. കുടുംബത്തിൽ ആരെങ്കിലും തീവ്രവാദ ബന്ധമുള്ളവരാണോ എന്നും പരിശോധിക്കുന്നുണ്ട്. നിങ്ങൾ കരുതും അന്യായമല്ലേ എന്ന്. എന്നാൽ ഇതിനു പിന്നിൽ ഒരു കാരണമുള്ളത് ഡൽഹിയിലെ ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട അന്വേഷണം ചെന്നു നിന്നത് കാശ്മീരിലെ ഒരു മസ്ജിദിലാണ് എന്നതാണ്. ഈ മസ്ജിദിൻ്റെ ഇമാം വൈറ്റ് കോളർ ടെററിൻ്റെ സൂത്രധാരനാണെന്ന കണ്ടെത്തലിന് ശേഷമാണ് വ്യാപകമായ പരിശോധന ശക്തമാക്കിയത്. 1990കളിലെ ഹിന്ദു വംശഹത്യാ സമയത്ത് കാശ്മീരിലെ മസ്ജിദുകളിലെ ലൗഡ് സ്പീക്കറിലൂടെ വന്ന ഭീഷണി ഇസ്ലാം മതം സ്വീകരിക്കുക, അല്ലെങ്കിൽ കാശ്മീർ വിടുക, അല്ലാത്ത പക്ഷം മരിക്കാൻ തയ്യാറാവുക എന്നതായിരുന്നു. ഇന്ന് ഡോക്ടർമാരുടെ ജിഹാദി ഗ്രൂപ്പ് ഉണ്ടാക്കി ബോംബ് സ്ഫോടന പരമ്പരകൾ സൃഷ്ടിക്കാൻ കോപ്പ് കൂട്ടുന്നു. ഈ ഡോക്ടർമാർ ആശുപത്രികളിൽ എത്ര പേരുടെ ജീവൻ ഉണ്ടാവുമെന്ന് പരിശോധിക്കേണ്ടതാണ്. അതുപോലെ കാശ്മീരിലെ ചരാരെ ഷെരീഫ് മസ്ജിദിൽ താവളമടിച്ച തീവ്രവാദികൾ സൈനികരിൽ നിന്ന് രക്ഷപ്പെടാനായി മസ്ജിദിന് തീ വയ്ക്കുകയും അത് പട്ടാളത്തിൻ്റെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമം നടത്തുകയും ചെയ്തത് ചരിത്രം. തീവ്രവാദികൾക്ക് മസ്ജിദ് ഒരു പാവന സ്ഥലമല്ല എന്നത് നമ്മൾ തിരിച്ചറിയണം. കാശ്മീരിൽ 5000-ഓളം മസ്ജിദുകൾ തീവ്രവാദികളുടെ താവളമായി മാറിയിരിക്കുന്നു. ഇത് നിർമ്മിക്കുന്നതിനുള്ള പണം സൗദിയിൽ നിന്നും എത്തിയിരുന്നുവെന്നും കണ്ടെത്തിയിരുന്നു. ഇത്തരത്തിൽ തീവ്രവാദ താവളങ്ങളായ മസ്ജിദുകൾ ഐഡൻറ്റിഫൈ ചെയ്ത് പൂട്ടാനാണ് സർക്കാർ തീരുമാനം. തീവ്രവാദ ഫാക്ടറികൾക്ക് മാത്രമാണ് പൂട്ട് വീഴുന്നത് എന്നർത്ഥം. ഇപ്പോൾ
ഡൽഹി സ്ഫോടനത്തിൻ്റെ പശ്ചാത്തലത്തിൽ നടക്കുന്ന പ്രൊഫൈലിംഗ് കൂടുതൽ വിവരങ്ങൾ പുറത്തു കൊണ്ടുവരും. വരും ദിവസങ്ങളിൽ ഇത് സംബന്ധമായ വെളിപ്പെടുത്തലുണ്ടാവും എന്ന് നമുക്ക് കാത്തിരിക്കാം. ഒരു കാര്യം സൂചിപ്പിക്കുവാനുള്ളത്, രാജ്യം വലിയ ഒരു ആഭ്യന്തര പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. ഇന്ത്യയെ ഇസ്ലാമിക രാജ്യമാക്കാനുള്ള ലക്ഷ്യത്തോടെ ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നുമുള്ള നുഴഞ്ഞുകയറ്റക്കാരെ പ്രോത്സാഹിപ്പിക്കുകയും മറുഭാഗത്ത് ബോധപൂർവവും ആഭ്യന്തര കലാപങ്ങൾ സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങളും നടത്തുന്നു. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഹിന്ദുമതത്തെ ജാതീയമായി ഭിന്നിപ്പിക്കാനായി ബുദ്ധിജീവികളെ വിലക്കെടുത്തും മതേതര മുഖം മൂടിയിട്ട സംഘടനകളും മനുഷ്യാവകാശ സംഘടനകളും രൂപീകരിച്ച് നിരന്തരം സർക്കാരിനെതിരെയും ഹിന്ദുത്വത്തിനെതിരെയും അപവാദങ്ങൾ പ്രചരിപ്പിച്ച് ഭിന്നിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടന്നു വരികയും ചെയ്യുന്നുണ്ട്. ഇതിൽ പല സംഘടനകൾക്കും അകത്തുനിന്നും പുറത്തുനിന്നും ഫണ്ട് ലഭിക്കുന്നുണ്ടെന്നുള്ളതും കണ്ടെത്തപ്പെട്ടിട്ടുണ്ട്. ഷഹീൻ ബാഗും കർഷക സമരവും മാത്രമല്ല, ഹിന്ദുമതത്തിലെ ജാതിയെപ്പറ്റി നിരന്തരം പ്രചാരണം നടത്തി പിന്നോക്ക ദളിത് വിഭാഗങ്ങളെ അടർത്തി മാറ്റാനുള്ള ശ്രമങ്ങളും ലക്ഷ്യം വെക്കുന്നത് ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കാനുള്ള ലക്ഷ്യത്തിലേക്കുള്ള കുറുക്കുവഴികളാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള വ്യക്തികളും സംഘടനകളും NIA-യുടെയും ആഭ്യന്തര വകുപ്പിൻ്റെയും റഡാറിലുണ്ടെന്നുള്ളതും നാം അറിയണം. രാജ്യത്തിൻ്റെ ഐക്യത്തെയും അഖണ്ഡതയെയും തുരങ്കം വയ്ക്കുന്ന എല്ലാറ്റിനോടും സീറോ ടോളറൻസ് എന്നതാണ് കേന്ദ്ര നയം. ബംഗ്ലാദേശികളെ ഒന്നൊഴിയാതെ പുറത്താക്കാനുള്ള കർശന തീരുമാനത്തിന് പിന്നിലും ഈ ലക്ഷ്യമാണുള്ളത്. ഇനി ആഭ്യന്തര ശുദ്ധീകരണത്തിൻ്റെ കാലമാണ്. നക്സലിസത്തെ എങ്ങനെ നിർമൂലനം ചെയ്തുവോ അതുപോലെ ഇസ്ലാമിക തീവ്രവാദത്തെയും ഉന്മൂലനം ചെയ്യുക എന്നതാണ് സർക്കാർ നയം. നന്ദി, നമസ്കാരം.